പൗലോസ് പ്രസംഗിച്ചത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ക്രൈസ്റ്റ് ഇൻ യു. ആരോട് പറയുകയാണെങ്കിലും പറയുന്നത് ക്രൈസ്റ്റ് ഇൻ യു ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ഈ മർമ്മം, ഈ സീക്രട്ട് ജാതികളോട് അറിയിക്കുവാൻ അവന് പ്രസാദമായി. He was pleased to reveal this mystery to the Gentiles. പൗലോസിന്റെ യോഹന്നാന്റെ റെവലേഷനാണ് ശരിക്കും നമ്മളെ കണ്ണു തള്ളിക്കുന്നത്. അവനിൽ സ്ത്രീയില്ല, പുരുഷനില്ല, യഹൂദനില്ല, യവനനില്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. The new creation in Christ is the matter. യഹൂദന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവര് പ്രിവിലേജ്ഡ്, ദൈവത്തിന്റെ ഒറാക്കിൾസ്, ദൈവം കൊടുത്ത ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിച്ച വിശേഷപ്പെട്ട ജനം. അവർക്ക് ആ പ്രിവിലേജ് കളയാൻ പറ്റുന്നില്ല. ഇന്ന് ഇത് തന്നെയാണ് സഭകളുടെ പ്രശ്നം. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ആരാധിച്ച് അന്യഭാഷയും പ്രാർത്ഥിച്ച് കഴിയും കൊട്ടിയിട്ട് ഞങ്ങൾ ക്രിസ്തുവിൻ്റെതായിട്ട് പുറമേ നിൽക്കുന്നവരിലും ക്രിസ്തു ഉണ്ടെന്നോ? മുടിയനായ പുത്രൻ ഭവനം വിട്ടു പോയപ്പോഴും അവൻ പുത്രൻ തന്നെയല്ലേ? സൺഷിപ്പ് പോകുന്നില്ലല്ലോ. പക്ഷെ അവൻ ആ റിലേഷൻഷിപ്പിൽ നിന്ന് അവൻ പുറത്തു പോയപ്പം അവൻ അതിന്റെ കഷ്ടപ്പാടുകളിലൂടെ പോകുന്നുണ്ടായിരുന്നല്ലേ? പക്ഷെ അപ്പന്റെ മനസ്സിൽ അവൻ സൺ തന്നല്ലേ?